നമസ്കാരം. കോൺഗ്രസിന്റെ നേതൃത്വത്തിലിരുന്ന മുൻ UPA സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ രംഗത്ത്. അതിർത്തി കടന്നെത്തിയ തീവ്രവാദികളെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലിരുന്ന UPA സർക്കാർ ബിരിയാണി കൊടുത്ത് സ്വീകരിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹം തുറന്നടിച്ചു. എന്നാൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ആർട്ടിക്കിൾ 370 റദ്ദാക്കാനുള്ള ധൈര്യം കാണിച്ചു. തീവ്രവാദികളുടെ അടിവേരറുത്തുകൊണ്ടും വികസനത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും നദ്ദ ചൂണ്ടിക്കാണിച്ചു. ദില്ലിയിലെ പിതാംബുരയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരരെ സ്വീകരിച്ചിരുത്തി ബിരിയാണി നൽകുന്ന ഒരു സർക്കാർ കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ആർട്ടിക്കിൾ 370 റദ്ദാക്കി ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയാനുള്ള ധൈര്യം കാണിച്ചു. സുപ്രധാനവും ചരിത്രപരവുമായ തീരുമാനമായിരുന്നു അത്. കശ്മീർ രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമായി ഇന്ന് മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 10 വർഷം കൊണ്ട് രാജ്യം കൈവരിച്ച സാമ്പത്തിക മുന്നേറ്റം NDA സർക്കാരിന്റെ പ്രവർത്തനം കൊണ്ട് സാധ്യമായ കാര്യമാണ്. അമേരിക്കയും ചൈനയും സാമ്പത്തിക രംഗത്ത് മെച്ചമില്ലാതെ തുടർന്നപ്പോഴും ഇന്ത്യ മുന്നോട്ട് തന്നെ കുതിക്കുകയായിരുന്നു. മറ്റ് പല രാജ്യങ്ങൾക്കും പ്രതീക്ഷ നൽകുന്നതായിരുന്നു ഈ മുന്നേറ്റം. കൊറോണ മഹാമാരി, റഷ്യ-യുക്രൈൻ സംഘർഷം ഉൾപ്പെടെയുള്ള ആഗോള വെല്ലുവിളികളെ രാജ്യം മികച്ച രീതിയിൽ നേരിട്ടു. പ്രധാനമന്ത്രിയുടെ കൃത്യമായ കാഴ്ചപ്പാട് കൊണ്ടാണ് ഇത് സാധ്യമായത്. UK ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ മറികടന്ന് ഇന്ത്യ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഉയർന്നു. സാധാരണക്കാരായ ജനങ്ങളാണ് പ്രധാനമന്ത്രിയുടെ പദ്ധതികൾ കൊണ്ട് ശാക്തീകരിക്കപ്പെട്ടത്. വികസനം എന്നത് എല്ലാവർക്കും വേണ്ടിയാണെന്ന് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ തെളിയിച്ചു. ദില്ലിയിലെ ആം ആദ്മി സർക്കാർ ദേശവിരുദ്ധ ശക്തികളോടൊപ്പമാണ് ചേർന്ന് നിൽക്കുന്നത്. അവർ തീവ്രവാദികളിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ചു എന്നതിന്റെ തെളിവുകൾ പുറത്തു വരുന്നുണ്ട്. ഖാലിസ്ഥാൻ ഭീകരരെ പിന്തുണയ്ക്കുന്ന പാർട്ടിയാണ് ഇക്കൂട്ടർ. രാജ്യം നശിക്കണമെന്നും വികസനം ഇല്ലാതാക്കണമെന്നുമാണ് ഇവർ ആഗ്രഹിക്കുന്നത്. സർജിക്കൽ സ്ട്രൈക്കിന്റെ തെളിവുകൾ ചോദിച്ചതുപോലും കൃത്യമായ അജണ്ടയോടെയാണെന്നും നദ്ദ ആരോപിച്ചു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.